ഫാത്തിമ 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 ഫാത്തിമ. എന്തൊരു മനുഷ്യനാണല്ലേ! എന്തിനാണ് ഇവരെല്ലാവരും ഫാത്തിമയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈ രംഗങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ചെറിയൊരു വിഷമം തോന്നിയോ? ആ ഫാനിന്റെ സ്വിച്ച് വന്നിട്ട് ഒരു ചായ, എന്റെ പേഴ്സ് എവിടെ, എന്തിന് സ്വന്തം അണ്ടർവെയർ വരെ ഭാര്യയോടും അമ്മയോടും ചോദിച്ചു മേടിക്കുന്ന നമുക്ക് എല്ലാവർക്കും സ്വല്പം ആത്മവിമർശനത്തോടെ അല്ലാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ സാധിക്കില്ല. ഫെമിനിസം എന്ന വളരെ റെലവന്റ് ആയ ഒരുപാട് ആഴങ്ങളും മാനങ്ങളുമുള്ള ഒരു ആശയത്തെ വട്ടപ്പൊട്ടിന്റെയും വലിയ കണ്ണാടിയുടെയും അപ്പർ ക്ലാസ് എലൈറ്റ് ലൈഫ് സ്റ്റൈലിന്റെയും തൂണിലേക്ക് വലിച്ചു കെട്ടാൻ നമ്മുടെ സമൂഹം വല്ലാതെ പരിശ്രമിക്കാറുണ്ട്. അത്തരം ഇമേജറിയെ ഫെമിനിച്ചി എന്ന വിളികളുടെ ഉള്ളിലേക്ക് തള്ളിവിട്ടാൽ സാധാരണക്കാരുടെ മുമ്പിൽ ആ ആശയത്തെ വക്രീകരിച്ച് കാണിക്കാം എന്നത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. ഇത്തരം ലക്ഷ്യങ്ങളെ അതിമനോഹരമായി തച്ച് തകർക്കുന്ന ഒരു സിനിമയാണ് മനോരമ മാക്സിൽ ഇപ്പോൾ സ്ട്രീം ചെയ്യുന്ന ഫെമിനിച്ചി ഫാത്തിമ. തന്റെ ചുറ്റിലും കാണുന്ന ജീവിതങ്ങളെ കലർപ്പുകളില്ലാതെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറന്നു വച്ചിരിക്കുക മാത്രമാണ് ഫാസിൽ മുഹമ്മദ് എന്ന അസാമാന്യ പ്രതിഭയുള്ള യുവ സംവിധായകൻ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ, ഫാത്തിമ നേരിടുന്ന പ്രശ്നങ്ങൾ, തൊടല്ലേ മണ്ണിട്ട് കേടന്റെ പൊരന്റെ അകത്ത് കയറ്റേണ്ടത്, ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, വീടുകളിൽ പല വിധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ വീടിന്റെ 4 ചുവരുകളിൽ നിന്നും ഫാത്തിമ വിളികൾ നിരന്തരം മുഴങ്ങുമ്പോൾ തന്നെ മറന്ന് അവിടേക്കെല്ലാം ഓടിച്ചെന്ന് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കണ്ടിട്ടും കുറ്റപ്പെടുത്തലുകളല്ലാതെ മറ്റൊന്നും ലഭിക്കാതെ നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഫാത്തിമമാർ നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ കോണുകളിലുമുണ്ട്. ഭർത്താവും മക്കളും അയൽവാസികളും, എന്തിന് വഴിയരികിൽ വെറുതെ കറങ്ങി നടക്കുന്ന തെരുവുനായ്ക്കൾ വരെ ഫാത്തിമയുടെ ജീവിതത്തെ വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഇവരുടെ എല്ലാം മാറി മാറി വരുന്ന ചിന്തകൾക്കനുസരിച്ച് ഭാരം ചുമക്കേണ്ടി വരുന്ന ഒരേ ഒരു വ്യക്തി അത് ഫാത്തിമ മാത്രമാണ്. ആയിരം പുസ്തകങ്ങൾക്കും 10,000 പ്രസംഗങ്ങൾക്കും സാധിക്കാത്ത അത്ര സ്വാധീനം സമൂഹത്തിൽ ചെലുത്താൻ ഫാത്തിമയുടെ ജീവിതത്തിന് സാധിക്കുന്നുണ്ട്. ബുക്ക് എഴുതിയോ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചോ അല്ല, താൻ പോലും അറിയാതെ സ്വന്തം ജീവിതം പരിവർത്തനം ചെയ്യുമ്പോഴാണ്, സ്വന്തമായി ഒന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ ഒരിടം കണ്ടെത്തുമ്പോഴാണ് ഫാത്തിമ ഫെമിനിച്ചിയായി മാറുന്നത്. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഒരു പാവയെ പോലെ ഓടി നടക്കേണ്ടി വരുമ്പോൾ ഓരോ രാത്രിയിലും ഉറങ്ങാൻ കഴിയാതെ അവനവനെ കുറിച്ച് ചിന്തിച്ച് സമയം തള്ളി നീക്കുന്നുണ്ട് ഫാത്തിമ. അത്തരം കഷ്ടപ്പാടുകൾ അങ്ങേയറ്റം എത്തുമ്പോൾ അവളെ കൊണ്ടാകും വിധം ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഫാത്തിമ. ഇത് ഞാനേ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ. എന്റെ പോലല്ലോ ഓള്. അല്ല അല്ലേ, എന്നാ പോട്ടെ. കുറിക്ക് ഞാനുണ്ട്, 1000 ഉറുപ്പിയല്ലേ, ഞാൻ കൂടിക്കോളാം. അപ്പങ്ങളിനെ പോലെ തന്നെ അല്ലേ. അവൾ അവളുടെ വിശ്വാസങ്ങളെ, കുടുംബത്തെ, ചുറ്റുപാടിനെ ഒന്നിനെയും തള്ളി പറയുന്നില്ല. നാട്ടിലുള്ളവരോടൊക്കെ ഞാൻ ഫാത്തിമാനെ കണ്ടുപിടിക്കി എന്ന് പറയുന്നിടത്താണ് ഇപ്പൊ ഡാൻസും പൊന്നാറ് ജമീലാത്തന്റെ ഈമാനും ഞാനും പടച്ചോണ്ടും തമ്മിലായിക്കൊണ്ട് വല്ലാത്തൊരു മലക്കം. പക്ഷെ അവളുടെ ലക്ഷ്യത്തിന് വേണ്ടി അവൾ ശ്രമിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ, വളരെ ചെറിയ മാറ്റങ്ങൾ അവളുടെ ജീവിതത്തിലേക്ക് തനിയെ വന്നു ചേരുന്നുണ്ട്. അവളുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ അതിജീവിക്കാൻ അവൾ സ്വയം വഴി കണ്ടെത്തുന്നുണ്ട്. ഞാൻ നടത്തട്ടെന്നാല് കുറി അതാവുമ്പോ ആദ്യത്തെ പൈസക്ക് എടുക്കാലോ, മറ്റത് എത്ര കാലം കാത്തിക്കണം. മുളകിട്ട മത്തിക്കറി വെക്കലല്ല ഫാത്തിമയുടെ ജീവിത ലക്ഷ്യമെന്ന് അവളുടെ ചുറ്റിലുമുള്ളവർ മെല്ലെ തിരിച്ചറിയുന്നുണ്ട്. മത്തി വാങ്ങിക്കൊടുത്ത മുളകിട്ടൊക്കെ നിച്ചുണ്ടോന്ന്. ചൂടെടുക്കുമ്പോൾ ഫാനിന്റെ സ്വിച്ചിലേക്കുള്ള ഉസ്താദിന്റെ വിരലിന്റെ യാത്രയാണ് യഥാർത്ഥത്തിൽ ഫെമിനിസം. ഫാത്തിമ എന്താണ് നിങ്ങളെ കൈ എന്താ പൊങ്ങൂലേ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് വേണമെങ്കിൽ ഇട്ടൂടാണ്ട്. ആ മാറ്റമാണ് ഫാത്തിമ കൊണ്ടുവരുന്ന ഫെമിനിസ്റ്റ് മൂവ്മെന്റ്. എന്താണ് ഫെമിനിസം എന്നോ ഫെമിനിസ്റ്റ് എന്താണെന്നോ ഫാത്തിമയ്ക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ഫാത്തിമ ഒരു ഫെമിനിസ്റ്റാണ്, ഒരു ഫെമിനിച്ചിയാണ്. സമൂഹത്തിലെ എല്ലാ തുറകളിൽ നിന്നും, ഓരോ വീടുകളിൽ നിന്നും ഫാത്തിമയെ പോലുള്ള ഫെമിനിസ്റ്റുകൾ ഉയർന്നു വരേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്. എത്ര മനോഹരമായിട്ടാണ്, എത്ര നാച്ചുറൽ ആയിട്ടാണ് ഷംല ഹംസയും കുമാർ സുനിലും സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളും പെർഫോം ചെയ്തിരിക്കുന്നത്. പലരുടെയും ആദ്യത്തെ സിനിമയാണെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. അത്ര വലിയൊരു ആശയത്തെ ഇത്ര സിമ്പിളായി, ഇത്ര ഓർഗാനിക്കായി നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതി സംവിധാനം ചെയ്ത ഫാസിൽ മുഹമ്മദ് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. നിശ്ചയമായും മലയാള സിനിമയുടെ ഭാവിയിൽ ഈ ചെറുപ്പക്കാരൻ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്ന ഫെമിനിച്ചി ഫാത്തിമ നിങ്ങൾ കാണേണ്ട
കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്.